കലുഷിതമാണ്, പ്രശ്നങ്ങളാൽ മുഖരിതമാണ് മനുഷ്യ ജീവിതം. എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രശ്നങ്ങളെ നേരിടുന്നവരാണ്. അപ്പോൾ തന്നെ പ്രശ്നങ്ങളെ നേരിട്ടിട്ട് ഉദ്ദേശിക്കുന്ന രീതിയിൽ പരിഹാരം കാണുവാൻ കഴിയാത്തവരാണ് ഏറ്റവും കൂടുതലുള്ളത്. ചുരുക്കം പേർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു എന്ന് ഒരുപക്ഷെ ചിന്തിക്കാമെങ്കിലും ആത്യന്തികമായി ഈ ഒന്ന് വിശകലനം ചെയ്താൽ ആ പരിഹാരവും വെറും മിഥ്യയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ പ്രശ്നങ്ങളാൽ നട്ടം തിരിയുന്ന മനുഷ്യ ജന്മങ്ങളുടെ അന്തർഭാഗത്ത് നിന്ന് ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് നല്ല കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതെങ്കിലും അതൊക്കെ തിന്മയായി എനിക്ക് ഭവിക്കുന്നത്? എന്തുകൊണ്ട് നല്ല വാക്കുകൾ സംസാരിക്കുന്നുവെങ്കിലും അതൊക്കെ തിന്മയായ പദങ്ങളായി, തിന്മയുടെ പര്യായങ്ങളായി മാറുന്നത് എന്തുകൊണ്ട്? എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ? എല്ലാവരും ചോദിക്കുന്ന ഈ സാർവത്രികമായ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുമ്പായി ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങളൂടെ പറയട്ടെ. അങ്ങനെ പ്രശ്നങ്ങളാൽ നമ്മൾ നീറി വലയുമ്പോൾ, പ്രശ്നങ്ങൾ വർദ്ധിച്ച് ശ്വാസം മുട്ടി ജീവിതം തകർന്നതായ സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പരിഹാരം നേടാനായിട്ട് വിവിധങ്ങളായ മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നു. മതപരമായ ചിന്തകളുണ്ട്, മറ്റ് സാംസ്കാരിക സംവിധാനങ്ങളുണ്ട്, ശാസ്ത്രീയ സംവിധാനങ്ങളുണ്ട്. അങ്ങനെ മതങ്ങളും ഇസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും തത്വസംഹിതകളുമെല്ലാം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനാണ് എന്ന് പറഞ്ഞ് അവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും ഒന്നുകൂടെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈ പ്രശ്നങ്ങളിലെ ഈ പരിഹാര മാർഗങ്ങളെല്ലാം കേവലം മിഥ്യയാണെന്ന് മനസ്സിലാകും. അങ്ങനെ വീണ്ടും നമ്മൾ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുകയാണ് ജീവിതം. എന്നാൽ ഒരു വസ്തുത ഈ അവസരത്തിൽ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായി? എന്താണ് ഇതിനൊരു പരിഹാരം? ഇതിനൊരു പരിഹാരം പറഞ്ഞാൽ ഇതിന് സ്ഥിരമായ ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് ആവശ്യം. അപ്പോ അങ്ങനെയെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ എല്ലാം മൂലകാരണം വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ മനുഷ്യൻ നേരിടുന്ന ഏത് പ്രശ്നങ്ങളുടെയും മൂലകാരണം അവനെ ഗ്രഹിച്ചിരിക്കുന്ന പാപം ആണ്. പാപം മനുഷ്യനെ അടിമയാക്കി, പാപം ഒരു പ്രതിഭാസമാണ്. എന്നാൽ ഒരു യജമാനൻ ഒരു മനുഷ്യനെ അവന്റെ അടിമയാക്കി വെച്ച് ആ യജമാനന്റെ ആജ്ഞാനുവർത്തിയായി ഈ അടിമയെ കൈകാര്യം ചെയ്യുന്നത് പോലെ പാപം ഒരു യജമാനന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സകല മനുഷ്യവർഗത്തെയും പാപത്തിന്റെ അടിമയാക്കി മാറ്റി, പാപത്തിന്റെ ആജ്ഞാനുവർത്തികളാക്കി മനുഷ്യനെ മാറ്റിക്കളഞ്ഞു. അങ്ങനെ പാപത്തിന്റെ ഇച്ഛ, പാപത്തിന്റെ ആഗ്രഹം നിറവേറ്റുന്ന ഒരു ഉപകരണമായി മനുഷ്യ ജന്മങ്ങൾ മാറ്റപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ മനുഷ്യൻ പാപത്തിന്റെ വക്താവും പാപത്തിന്റെ അടിമയുമായി മാറിക്കഴിഞ്ഞു. ഇങ്ങനെ പാപത്തിന് അടിമയായി മനുഷ്യൻ മാറിയതിന്റെ അനന്തര ഫലങ്ങളാണ് മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന പാപത്തിന്റെ സ്വഭാവങ്ങളായ സകല പ്രശ്നങ്ങളുടെയും കാരണം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്താണ് പാപം എന്ന് ചോദിച്ചാൽ ബൈബിൾ അടിസ്ഥാനത്തിൽ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യന്റെ സൃഷ്ടിതാവായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ച പ്രമാണങ്ങളെ അനുസരിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നു മാറിയ ആ വസ്തുതയാണ്, അതിന്റെ പിന്നിൽ നിലനിൽക്കുന്ന ഒരു ആശയത്തെയാണ് പാപം എന്ന് ബൈബിൾ വിവക്ഷിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തോട് കാണിച്ച അനുസരണക്കേടാണ് പാപം. ഈ അനുസരണക്കേടായ പാപം മനുഷ്യനെ അടിമത്വത്തിലാക്കി, പാപത്തിന്റെ അടിമയിലാക്കി, പാപത്തിന്റെ മോഹങ്ങൾ നിവർത്തിക്കാൻ, പാപത്തിന്റെ ഇച്ഛകളെല്ലാം പ്രവൃത്തിപഥത്തിൽ വരുത്താൻ മനുഷ്യനെ പാപം ഉപയോഗിക്കുന്നു. അങ്ങനെ പാപം മനുഷ്യനിൽ കുടികൊണ്ടിരിക്കുന്നു എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അവന്റെ ചിന്തകളിൽ പാപം, അവന്റെ വാക്കുകളിൽ പാപം, അവന്റെ പ്രവൃത്തികളിൽ പാപം. ചുരുക്കത്തിൽ അവൻ പാപമയൻ എന്നാണ് ബൈബിൾ പറയുന്നത്. ഇവൻ ജനിക്കുന്നത് തന്നെ പാപത്തിലാണ്, ജീവിക്കുന്നത് പാപത്തിലാണ്,
അവസാനമായി ഇവൻ മരണത്തെ പുൽകുന്നതും പാപത്തിന്റെ ഫലമായിട്ടാണ്. ഒന്നുകൂടെ വിശുദ്ധ ബൈബിൾ പറയുന്നു, പാപം ലോകത്തിൽ പ്രവേശിച്ചത് മനുഷ്യൻ ദൈവത്തോട് കാണിച്ച അനുസരണക്കേട് നിമിത്തമാണ്. അങ്ങനെ പാപം നിമിത്തം അനുസരണക്കേടിൽ അകപ്പെട്ടു പോയ ഈ മനുഷ്യനെ രക്ഷിക്കുവാൻ, ഈ പാപത്തിൽ നിന്ന് ഒരു മനുഷ്യനെ ഇതിൽ നിന്നൊരു മോചനം കൊടുക്കുവാൻ, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനം മനുഷ്യന് നൽകുവാൻ ആർക്ക് കഴിയും? സകല മനുഷ്യരും പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്നു. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് കൂലങ്കഷമായി ചിന്തിച്ചാൽ മനസ്സിലാകും, പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാകേണ്ടതിന് പകരം പാപം വർദ്ധിക്കുകയാണല്ലേ ചെയ്യുന്നത്. ഓരോ ദിവസവും കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും കൊള്ളയും കൊലപാതകങ്ങളും അധർമ്മത്തിന്റെ സകല ചേഷ്ടകളും ഇവിടെ സംഹാര താണ്ഡവം ആടിക്കൊണ്ടിരിക്കുന്നു. എല്ലാ നിലയിലും പാപം എന്ന് പറയുന്ന പൈശാചിക സംവിധാനം ഇവിടെ തിമിർത്താടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാപത്തിന്റെ സംഹാര താണ്ഡവത്തിൽപ്പെട്ട് നട്ടം തിരിഞ്ഞ് മനുഷ്യ ജന്മങ്ങൾ നിലവിളിക്കുകയാണ്. മനുഷ്യന്റെ ആത്മാക്കൾ ദുഃഖപൂരിതമായി പരിതപിക്കുകയാണ്. ഇങ്ങനെ പാപത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ പാപത്തിന്റെ പ്രവൃത്തികൾ തന്റെ സ്വഭാവങ്ങളിൽ കൂടെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ മനുഷ്യന്റെ ബാഹ്യവും ആന്തരികവുമായ സ്വഭാവ പ്രകടനങ്ങളിൽ കൂടെ മനുഷ്യൻ പാപിയാണെന്ന് സ്പഷ്ടമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ പാപത്തിന്റെ അടിമയായി കഴിയുന്ന മനുഷ്യനെ വീണ്ടെടുത്ത് ദൈവസ്നേഹത്തിന്റെ അനുസരണമുള്ള മക്കളാക്കി തീർക്കുവാൻ, ഈ മനുഷ്യന്റെ പാപം ദൈവത്തോടായതുകൊണ്ട് മനുഷ്യനോട് ഈ പാപങ്ങൾ ക്ഷമിക്കുവാൻ ദൈവം തന്നെ തയ്യാറാക്കിയ പദ്ധതിയാണ് ദൈവത്തിന്റെ ഓമനപുത്രനായ യേശു ക്രിസ്തു. ലോകമെങ്ങും ക്രിസ്തുമസ് കൊണ്ടാടി ആഘോഷിച്ച് തിമിർത്തു മറിയുന്ന ഈ കാലഘട്ടത്തിൽ മദ്യവും മയക്കുമരുന്നൊക്കെ അടിച്ച ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്ത് മത്സ്യമാംസാദി പുഷ്ടിയുള്ള ആഹാരങ്ങളെല്ലാം കഴിച്ച് ആർത്ത് മതിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള സംഗതികൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. എന്നാൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഇങ്ങനെ ക്രിസ്തുദേവൻ ഭൂമിയിൽ പിറന്ന ഒരു ദിവസത്തെ നമ്മൾ ആഘോഷിക്കുന്നു, പൂത്തിരി കത്തിക്കുന്നു, പടക്കങ്ങൾ പൊട്ടിക്കുന്നു, പിന്നെ പുൽക്കൂട് ഒരുക്കുന്നു, പിന്നെ നക്ഷത്ര മരം അതുണ്ടാക്കുന്നു, ഇതൊക്കെ അലങ്കരിക്കുന്നു. ഭയങ്കര മേളമാണ്. നല്ല നല്ല കരോൾ ഗാനങ്ങൾ, താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടെ ഉത്സവ സമാനമായ ആർഭാടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇതുകൊണ്ടൊന്നും തന്നെ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടോ? കഴിഞ്ഞ ദിവസം കരോള് പാടിയവൻ, കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ആഘോഷിച്ച് നല്ല ഉന്മേഷം ലഭിക്കാൻ വേണ്ടി ഏറ്റവും വില കൂടിയ മദ്യമൊക്കെ പാനം ചെയ്ത് ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞ് പിറ്റേ ദിവസം അവൻ ഉണങ്ങി എഴുന്നേൽക്കുന്നത് അവൻ കോട്ടുവായിട്ടുണ്ടല്ലേ. അവന്റെ ജീവിതത്തിൽ എന്തോ നിരാശാഭാവം അതുവരെയും മാറിയിട്ടില്ല എന്ന ചിന്തയിലല്ലേ അവൻ ഉണരുന്നത്. അപ്പൊ അങ്ങനെ പാപം മനുഷ്യനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. പാപം എന്ന യജമാനന്റെ അടിമകളായി മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ പാപമാകുന്ന ഭയങ്കര വിപത്തിൽ നിന്ന് സകല മനുഷ്യവർഗത്തെയും രക്ഷിക്കുവാൻ ദൈവത്താൽ ഒരുക്കിയ പദ്ധതിയാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു ദിവസം ജനിച്ചു എന്നതൊരു സത്യമാണ്. ഈ ഭൂമിയിൽ കുറെ കാലം ജീവിച്ചു എന്നത് സത്യമാണ്. ഈ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഒരു ദിവസം മരിച്ചു. എന്നാൽ താൻ മരണത്തെ ജയിച്ചുകൊണ്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്ത് ഇന്നും തന്റെ ദൈവത്വം നിലനിർത്തിക്കൊണ്ട് വിരാജിക്കുന്നു. ഈ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുവാനുള്ള ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ഏതൊരു വ്യക്തിക്കുണ്ടാകുന്നുവോ അവന്റെ പാപങ്ങളെ ദൈവം മോചിക്കുന്നു എന്നുള്ള സത്യമാണ് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. ജീവിതത്തിൽ നിങ്ങൾ ആരായാലും, ജീവിതത്തിന് വേണ്ടി നിങ്ങൾ എന്തുതരം തൊഴിൽ ചെയ്യുന്ന വ്യക്തിയായിക്കോട്ടെ, സാമൂഹ്യമായി നിങ്ങൾ ഏത് സ്ഥാനത്തിരിക്കുന്ന ആളായിക്കോട്ടെ, സാമ്പത്തികമായി നിങ്ങൾ ഏത് നിലവാരം പുലർത്തുന്ന വ്യക്തിയായിക്കോട്ടെ, നിങ്ങൾ ആരായാലും പാപം ജാതി മത വർണ്ണ വർഗ വ്യത്യാസം കൂടാതെ സകല മനുഷ്യവർഗത്തെയും ഗ്രസിച്ചിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു കഴിഞ്ഞു.
എന്നാൽ ദൈവം മനുഷ്യവർഗത്തോട് ഒരു കൃപ കാണിച്ചു. അതിന്റെ താഴെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന നിത്യജീവൻ തന്നെ. പാപത്തിന് അടിമപ്പെട്ട് നിത്യമരണത്തിന്റെ അവകാശികളായി പാതാളത്തിൽ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സകല മനുഷ്യവർഗത്തിന്റെയും പാപത്തിന്റെ പരിഹാരമായി അതേ ഗോൽഗോഥ എന്ന് പറയുന്ന സ്ഥലത്ത് നാട്ടപ്പെട്ട മരക്കുരിശിൽ അതേ ഒരു കുറ്റവാളിയെ പോലെ ചിത്രീകരിക്കപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരണം വരിച്ച ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും പാപങ്ങളെ ദൈവം മോചിക്കുന്നു. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം ആ മനുഷ്യനെ വിടുവിക്കുന്നു. പാപത്തിന്റെ യജമാനത്വ മനോഭാവത്തിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു തന്റെ ദൈവത്വത്തിന്റെ ഔന്നത്യത്തിൽ മനുഷ്യനിലേക്ക് ഇറങ്ങി വന്ന് പാപത്തിന്റെ ഈ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുന്നു. അതിനായി ദൈവത്തിന്റെ കൃപ യേശുക്രിസ്തു മൂലം മനുഷ്യവർഗത്തിന്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. അങ്ങനെ യേശുക്രിസ്തുവിന്റെ കൃപയ്ക്കായി യേശുവിനോട് പ്രാർത്ഥിക്കുകയും ജീവിതത്തിലെ പാപ സ്വഭാവങ്ങളെ വിട്ടുതിരിഞ്ഞ് യേശുക്രിസ്തുവിന്റെ മക്കളായി ജീവിക്കാനുള്ള നല്ലൊരു സുവർണാവസരം ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ ഞങ്ങളത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അതിന്റെ ഫലമായി പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും പാപത്തിൽ നിന്നുള്ള വിടുതലും ദൈവം ഞങ്ങൾക്ക് തന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങളുടെ പാപങ്ങളെ ദൈവം മോചിച്ചു എന്നുള്ളത് ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെപ്പോലുള്ള പതിനായിരങ്ങൾ ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവരായി പാപികളുടെ രക്ഷകനായി ലോകത്തിൽ വന്ന യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചവരായി ഇന്ന് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൈക്കൊള്ളുന്നു. അവരുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഈ പ്രശ്നങ്ങൾക്കെല്ലാം എന്തുകൊണ്ടെന്ന് ചോദിച്ച് ദൈവത്തെയും മനുഷ്യരെയും സകലരെയും കുറ്റപ്പെടുത്തി ജീവിക്കുന്നതിന് പകരം അവരെ പാപത്തിൽ നിന്ന് രക്ഷിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ അവരുടെ പ്രശ്നങ്ങൾ സമർപ്പിക്കുന്നു. അവർ ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രതിസന്ധികൾക്കും അവർ വിശ്വസിക്കുന്ന യേശുക്രിസ്തു അവർക്ക് പരിഹാരം നൽകുന്നു. ഇതേ രീതിയിൽ പാപങ്ങളുടെ പരിഹാരം ഉൾപ്പെടെ ജീവസന്ധാരണത്തെ നേരിടുന്ന ഏത് പ്രശ്നങ്ങളെയും പ്രാർത്ഥനാപൂർവം യേശുക്രിസ്തുവിൽ കൂടെ പരിഹാരം നേടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ചിലരാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ വചനം സംസാരിക്കുന്നത്. ഞങ്ങളുടെ കണ്ണിന് കാണുന്ന വെട്ടത്തിൽ ഈ പരിസരത്ത് ആരും വന്ന് കൂടി നിൽക്കുന്നില്ല. ഒരു വലിയ ജനക്കൂട്ടത്തെ ഒന്നും ഇവിടെ കാണുന്നില്ല. എങ്കിലും ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന്റെ പരിസരങ്ങളിലുള്ള അനേക ഭവനങ്ങൾ ഞങ്ങൾ കാണുന്നു, അനേക വീടുകൾ ഞങ്ങൾ കാണുന്നു. ആ വീടുകളിലെല്ലാം പാർക്കുന്ന അനേകം ആളുകൾ ഉണ്ട് എന്നതൊരു സത്യമാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ വീടുകളിൽ ഇരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ സംസാരിക്കപ്പെടുന്ന ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവമാണ്. ഞങ്ങളിവിടെ കലാപരിപാടികൾ നടത്തുന്നില്ല. ഞങ്ങളുടെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി മുതലെടുപ്പ് നടത്തുന്ന മീറ്റിംഗുകളൊന്നും ഞങ്ങളിവിടെ നടത്തുന്നില്ല. പകരം ഇതെല്ലാം പരാജയമാണെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ ഇതിൽ നിന്നെല്ലാം മനുഷ്യവർഗത്തിന് മോചനം കൊടുക്കുന്ന യഥാർത്ഥ മാർഗമായ ക്രിസ്തീയ വിശ്വാസത്തെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഈ വിശ്വാസം പിൻപറ്റുന്ന മനുഷ്യന് അവന്റെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് അവന്റെ പ്രവൃത്തികൾ കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ ഒരിക്കലും മര്യാദയ്ക്ക് അലക്കി നനച്ച് കുളിച്ച് വൃത്തിയായി നടക്കാത്ത മനുഷ്യൻ, വാ തുറന്നാൽ ചീത്ത വാക്കുകൾ മാത്രം പറയുന്ന മനുഷ്യൻ, ഏത് ദുഷ്പ്രവൃത്തികളും ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത മനുഷ്യൻ, സകല ഗുണ്ടായുസവും സകല ദുർനടപ്പും നടത്തി നാട്ടുകാർക്കും വീട്ടുകാർക്കും പോലീസിനും പട്ടാളത്തിനും നിയമത്തിനുമെല്ലാം തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനിൽ യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. അവൻ മുഖാന്തരം സമൂഹത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. അവന്റെ വ്യക്തി ജീവിതത്തിൽ അവന് സമാധാനം ലഭിക്കുന്നു. അവന്റെ കുടുംബത്തിൽ സമാധാനം ലഭിക്കുന്നു. അവന്റെ പരിസരത്തുള്ള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് സ്വസ്ഥത ലഭിക്കുന്നു. നിയമവാഴ്ചകൾ നടത്തുന്ന നിയമപാലകർക്ക് സ്വസ്ഥത ലഭിക്കുന്നു. സർവോപരി അവന്റെ ജീവിതം യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ സന്തോഷമുള്ളതായി മാറുന്നു. ഇതൊക്കെ ജീവിതത്തിൽ അനുഭവവേദ്യമായി തീർന്നവരാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ മനുഷ്യർ എന്നുള്ള നിലയിൽ നമ്മൾ നേരിടുന്ന ഏത് പ്രശ്നങ്ങളും
അതിന് ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പക്ഷം ആധികാരികമായി നമ്മുടെ പ്രശ്നങ്ങളിൽ സമാധാനം വരുത്തിത്തരുന്ന ഒരേ ഒരു സംവിധാനമാണ് കർത്താവായ യേശുക്രിസ്തു. ഈ യേശുക്രിസ്തുവിന്റെ വാക്കുകൾക്ക് നിങ്ങൾ ചെവി കൊടുക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ലഭ്യമായ ആ സമാധാനം നിങ്ങൾക്ക് ലഭ്യമാകും. അതുകൊണ്ടാണ് ഞങ്ങൾ പാടുന്നത്, എന്നെ രക്ഷിച്ചേശു ഇന്നു നിന്നെ രക്ഷിപ്പാൻ ശക്തനെന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അവന്റെ പാദപത്മങ്ങളിൽ അഭയം തേടി ആശയോടെ ഓടി നീ അടുത്തു ചെല്ലുമോ സ്നേഹിതാ, ആശയോടെ ഓടി നീ അടുത്തു ചെല്ലുമോ. മദ്യം നിന്റെ ജീവിതം തകർത്തു കളഞ്ഞുവോ, മദിരാക്ഷി തന്റെ മടിയിൽ നിന്റെ ജീവൻ മയങ്ങിയോ, ധൂമപടലം നിന്നെ ഇന്നടിമയാക്കിയോ, അധമമായ ജീവിതത്തിൽ നീ മുഴുകിയോ സ്നേഹിതാ, അധമമായ ജീവിതത്തിൽ നീ മുഴുകിയോ. യേശു ദൈവപുത്രനെന്ന് നീ വിശ്വസിച്ചാൽ അവന്റെ മുമ്പിൽ നിന്റെ പാപമേറ്റു ചൊല്ലിയാൽ, യേശു ദൈവപുത്രനെന്ന് നീ വിശ്വസിച്ചാൽ അവന്റെ മുമ്പിൽ നിന്റെ പാപമേറ്റു ചൊല്ലിയാൽ നിന്നെ ദൈവ പൈതലാക്കി തീർത്തിടുമവൻ, നിത്യജീവൻ തന്നു നിന്നെ ചേർത്തിടുമവൻ, നിന്നെ ദൈവ പൈതലാക്കി തീർത്തിടുമവൻ, നിത്യജീവൻ തന്നു നിന്നെ ചേർത്തിടുമവൻ. സ്നേഹിതാ, നിത്യജീവൻ തന്നു നിന്നെ ചേർത്തിടുമവൻ. അതെ സ്നേഹിതരെ, ഞങ്ങളെ രക്ഷിച്ച യേശുക്രിസ്തുവിന് നിങ്ങളെയും രക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമാധാനം നിങ്ങൾക്കും ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങളത് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ വസ്തുതകൾ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ വരുന്നുവെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ മദ്യത്തിന്റെ അടിമയായിരിക്കാം, മയക്കുമരുന്നിന്റെ അടിമയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ദുർമാർഗ ജീവിതത്തിൽ അകപ്പെട്ടു പോയ ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ക്രിമിനൽ കേസുകളിൽപ്പെട്ട് ഉഴലുന്നവരായിരിക്കാം. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ കടബാധ്യതകളെല്ലാം കയറി എനിക്കെന്തിനാണ് ഇനി ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്നത്, മരിച്ചു കളയാമെന്ന് പറഞ്ഞ് വിഷക്കുപ്പിയോ കയറിന്റെ കഷണമൊക്കെ അന്വേഷിക്കുന്ന ആളായിരിക്കാം നിങ്ങൾ. ജീവിതത്തിൽ സകലവും നഷ്ടപ്പെട്ട് ഹൃദയവേദനപൂർവം നിരാശയ്ക്ക് അടിമപ്പെട്ട് വിഷാദഗ്രസ്തനായി മാറിയ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. തീരാ രോഗത്താൽ മാറാ രോഗത്താൽ വലയുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. പ്രായാധിക്യത്തിലുള്ള ക്ഷീണം നിങ്ങളെ തളർത്തിക്കളഞ്ഞപ്പോൾ ആരും നിങ്ങളെ ശുശ്രൂഷിക്കാനോ സഹകരിക്കാനോ ഇല്ലാതെ സമൂഹത്തിൽ ജീവിതത്തിൽ തികച്ചും ഒറ്റപ്പെട്ടവനായി ജീവിതം തള്ളി നീക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ. ആരുമായിക്കൊള്ളട്ടെ, യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ ഓടി വരികയാണെങ്കിൽ, നിങ്ങൾ ഓടുവാൻ നിങ്ങളുടെ കാലുകൾ ചലിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് ഓടി വരുവാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ ഓടി വരുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഈ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്നാൽ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം യേശുക്രിസ്തുവിലുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഉച്ചരിച്ച ഒരു മഹത് വചനം ഇതാണ്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതെ, ജീവിതത്തിലെ ഒരു ആശ്വാസത്തിന് വേണ്ടി, ഒരിറ്റ സമാധാനത്തിന് വേണ്ടി, പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്നൊരു മോചനത്തിന് വേണ്ടി, പ്രശ്നങ്ങളിൽ നിന്നൊരു വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയോടും യേശുക്രിസ്തുവിന് പറയാനുള്ളത്, നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരൂ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം, ഞാൻ നിങ്ങൾക്ക് വെളിച്ചം പകർന്നു തരാം, ഞാൻ നിങ്ങൾക്ക് നിത്യജീവൻ തരാം. ദൈവത്തിന് സ്തോത്രം.
മരണം വരെയുള്ള ഈ ഭൂമുഖത്തെ ജീവിതം മാത്രമല്ല, മരണത്തിനപ്പുറമാണ് യഥാർത്ഥമായ ഒരു നിത്യജീവിതമുള്ളത്. ആ നിത്യജീവിതം രണ്ട് തലങ്ങളിലാണുള്ളത്. ഒന്ന് നിത്യമായ ജീവിതവും ഒന്ന് നിത്യമായ നരക ജീവിതവുമാണ്. നരക ജീവിതത്തിന് വിധിക്കപ്പെട്ട മനുഷ്യനെ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലുള്ള ജന്മത്താൽ, യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്താൽ, അവന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ രക്തം ദൈവമുണ്ടാകെ പ്രായശ്ചിത്തമായി നിർത്തിക്കൊണ്ട് അവനെ മരണവിധിയിൽ നിന്ന് മോചിപ്പിച്ചു. അവന് നിത്യജീവന്റെ അവകാശം യേശു പ്രദാനം ചെയ്തിരിക്കുന്നു. യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് തന്നെ രക്ഷിതാവും കർത്താവുമെന്ന് ഏറ്റുപറഞ്ഞ് അംഗീകരിച്ച് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് ജീവിക്കുവാൻ ജീവിതം സമർപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ നിത്യജീവന്റെ അവകാശം കർത്താവ് നൽകും. ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏത് പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ആത്മഹത്യ ഒരു മാർഗമല്ല, അല്ലെങ്കിൽ മറ്റ് 10 പേരെ കൊല്ലുന്നത് ഒരു മാർഗമല്ല, മറ്റേതെങ്കിലും ദുഷ്പ്രവണതകൾ കൂടെ കാര്യം സാധിക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും ശരിയല്ല, നടപ്പില്ല. എന്നാൽ നടപ്പാവുന്ന ഒരേ ഒരു കാര്യം യേശുക്രിസ്തുവിന്റെ പാദത്തിൽ വരിക. ഞങ്ങൾ പാടിയതുപോലെ യേശുക്രിസ്തു ദൈവപുത്രനെന്ന് നീ വിശ്വസിച്ചേറ്റു പറഞ്ഞാൽ അതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാത്ത ഒരു വലിയ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണാൻ കഴിയും. യേശു ദൈവപുത്രനെന്ന് നീ വിശ്വസിച്ചാൽ, അവനെ നീ ഏറ്റുപറഞ്ഞാൽ നിന്നെ അവൻ ദൈവ പൈതലാക്കി മാറ്റുന്നു. ഈ ലോകത്തിൽ ഇത്തരമൊരു പ്രക്രിയ ചെയ്യുവാൻ ഇവിടുത്തെ ഒരു ഗുരുക്കന്മാർക്കും ഒരു നേതാക്കന്മാർക്കും ഒരു തത്വസംഹിത നടത്തുന്നവർക്കും ആർക്കും തന്നെ സാധിക്കാത്തപ്പോൾ യേശുക്രിസ്തുവിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യം, തന്റെ അടുക്കൽ വരുന്നവനെ അവന്റെ പാപങ്ങൾ മോചിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരം, പ്രശ്നങ്ങളുടെ എല്ലാം കാരണം പാപമാണ്. പാപത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് തന്റെ അടുക്കലേക്ക് വരുന്നവന്റെ പാപങ്ങൾ പരിഹരിച്ച് അവന് നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്നതോടൊപ്പം അവനെ ദൈവത്തിന്റെ മകനും മകളുമാക്കി തീർക്കുന്നു. ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഭാഗ്യ പദവി സകല മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതൊരു സുവർണാവസരമാണ്. നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരാം. തന്റെ അടുക്കൽ വന്ന് നിങ്ങളുടെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറയുന്ന പക്ഷം യേശു നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളെ ദൈവമക്കളാക്കി തീർക്കുകയും ദൈവം മനുഷ്യർക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്ന യഥാർത്ഥ നിത്യജീവനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ എന്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. സകല പ്രശ്നങ്ങളുടെയും പരിഹാരം, സകല പ്രശ്നങ്ങളുടെയും കാരണം പാപമാണ്. പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ ആഗ്രഹിക്കുന്ന മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചനം നേടണമെന്നതൊരു ബൈബിൾ സത്യമാണ്. ഇങ്ങനെ പാപത്തിൽ നിന്ന് മനുഷ്യന് മോചനം നേടുവാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ട ഏക പാപ പരിഹാര മാർഗമാണ് യേശുക്രിസ്തു. ഈ യേശുക്രിസ്തുവിന്റേക്ക് കടന്നുവന്ന് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു ദൈവ പൈതലായി ജീവിക്കാൻ യേശുക്രിസ്തു വിഭാവനം ചെയ്യുന്ന നിത്യജീവന്റെ അവകാശിയായി ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഒരു നിശ്ചയം പ്രാപിച്ച് നിങ്ങളുടെ ആയുസ് കടന്നുപോകുവാൻ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതുവരെയും